തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷമുള്ള ജീവിതം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ മാത്യു എബ്രഹാം, ഡോക്ടർ ടോണി മാത്യു, ഡോക്ടർ രാംദാസ് നായിക്, മീര തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്സും ഉള്ളതായിട്ട് കാണിക്കുന്നത്. നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്ടിലും എല്ലാം വളരെയധികം ഹാർട്ട് അറ്റാക്സുകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് കൊളസ്ട്രോളിൻ്റെ ലെവലിൽ. ഒരിക്കൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ സർജറിയോ ബൈപ്പാസോ സ്ട്രോക്കോ ഉണ്ടായാലും, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമ്മൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് സ്മോക്കിംഗ്, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഫാമിലീസ്, ഇതിൽ രണ്ടോ അതിൽ കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും കൊളസ്ട്രോൾ 150 താഴെ വയ്ക്കുകയാണെങ്കിൽ രണ്ടാമത് അസുഖം വരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറയും. ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്ക് അസുഖം വരാതിരിക്കുകയും ചെയ്യും. ആൻഡ് അങ്ങനെയുള്ളവർക്ക് 80 അല്ല, ഈ 70 താഴെ LDL വെക്കണം. ഒരിക്കൽ ഹാർട്ട് ഡിസീസോ ആൻജിയോപ്ലാസ്റ്റിയോ സർജറി കഴിഞ്ഞവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ LDL ആണ്. LDL 70 താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഫാമിലി ഹിസ്റ്ററിയും സ്മോക്കിങ്ങും ഷുഗറും പ്രഷറും കൊളസ്ട്രോളിനാണ് ഹാർട്ട് ഡിസീസോ സ്ട്രോക്കോ ഇല്ലെങ്കിൽ പോലും 70 താഴെ LDL വെച്ചാൽ നമുക്ക് ഹാർട്ട് ഡിസീസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഹൈ കൊളസ്ട്രോൾ ഇപ്പം പലരും ദോഷമായിട്ടുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഇതൊരു സൈലന്റ് പ്രോസസ്സാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകുന്ന